CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. AV റസലിന്റെ സംസ്കാരം ഞായറാഴ്ച ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും. പ്രത്യശാസ്ത്ര നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്നു സഖാവ് AV റസൽ. 4.5 പതിറ്റാണ്ട് നീണ്ട സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പൊതുപ്രവർത്തന ചരിത്രം. പാർട്ടിയെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവ്. അസാമാന്യ മനക്കരുത്തുകൊണ്ട് അർബുദത്തോടും പടവെട്ടിയാണ് AV റസൽ കോട്ടയത്തെ പാർട്ടിയെ വളർത്തിയത്. തൻ്റെ ശാരീരിക വിഷമതകൾ ആരെയും അറിയിക്കാതെ അദ്ദേഹം പാർട്ടിയെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ രോഗവിമുക്തിയും നേടി. പാർട്ടിയായിരുന്നു AV റസലിനെല്ലാം. അങ്ങനൊരു വേർപാട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും വേദനയും എല്ലാം ഞങ്ങളിലെല്ലാം ഉണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ച് ജില്ലയിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം CPIMനെ സംബന്ധിച്ചോളം ഏറ്റവും വിലപ്പെട്ട സംഭാവനകളാണ്. പൊതുജനങ്ങൾക്കും ഏറെ ഇഷ്ടമായിരുന്നു. എല്ലാ വിഭാഗം ആളുകളുമായി സൗഹൃദം പുലർത്തി ഇടപെടുന്നവർക്കൊക്കെ വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്തും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് റസൽ. VN വാസവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് AV റസൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയേൽക്കുന്നത്. 2022 സമ്മേളനത്തിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ സമ്മേളനത്തിലും കോട്ടയത്തെ പാർട്ടിയെ നയിക്കാൻ റസൽ അല്ലാതെ മറ്റൊരു പേരുണ്ടായിരുന്നില്ല. ചേർത്തല SN കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് DYFI ജില്ലാ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം. 12 വർഷക്കാലം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി, വർഗ ബഹുജന സംഘടനകളുടെ നേതൃസ്ഥാനവും വഹിച്ചു. ഒരു തവണ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ ഒന്നിലേറെ തവണ പോലീസ് മർദ്ദനത്തിനിരയായിട്ടുണ്ട്. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.